ഇപ്പം ഞാൻ മഹാരാഷ്ട്രയിൽ പോയത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മഹാരാഷ്ട്രയിൽ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു, തിരിച്ച് ഹോസ്പിറ്റലിൽ കയറി. ട്രിച്ചിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് അവിടെ അഡ്മിറ്റ് ആവേണ്ട സമയത്തിന് ഞാൻ ലേറ്റായത് അവിടെ പോയി പ്രൈസ് വാങ്ങിച്ചു, നേരെ RCCയിൽ ഇത് അഡ്മിറ്റ് ആവുകയും ചെയ്തു. എത്ര വയസ്സുണ്ട്? എനിക്ക് 56. 56. എത്ര നാളുണ്ട്? ഞാൻ എൻ്റെ 14ാമത്തെ വയസ്സോട്ട് തുടങ്ങി ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം നിറയെ നാഷണൽ മെഡൽ മേടിച്ചു, ഇൻ്റർനാഷണൽ കളിച്ചു. ഭഗവാന്റെ കൃപയിൽ ഇപ്പോഴും പോകുന്നു. 2013 ഇഞ്ചുറിയായി, അതിനെ സംബന്ധിച്ച് ബയോപ്സി ചെയ്തു, ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞ് ഇത് ചെയ്തു. ഇപ്പോഴും കണ്ടിന്യൂസ്. 2014 ഡിസംബർ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണോ? ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ്. 2014 ഡിസംബറിൽ കൺഫേം ചെയ്യുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 2015 ജൂലൈയിൽ ഇറങ്ങുന്നു. 2015 സെപ്റ്റംബർ ഒക്ടോബറിൽ നടന്നതിനകത്ത് സ്റ്റേറ്റിൽ സിൽവർ മേടിക്കുന്നു. പിന്നെ കുറേ നാൾ നടക്കുന്നു. ഞാൻ 2013 ഇവിടെ കൊല്ലത്തെ സ്ട്രോങ് മാനായിരുന്നു. സ്ട്രോങ് മാൻ ഓഫ് കൊല്ലം സീനിയർ മാസ്റ്റേഴ്സ് എല്ലാം ഇതിലായിരുന്നു. ഇപ്പോഴേ നാഷണലിൽ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമല്ലോ. ട്രീറ്റ്മെൻറ്റ് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്തു പോകുന്നതുകൊണ്ട് നമുക്ക് ഇതേവരെ ഒരു പ്രശ്നങ്ങളുമില്ല. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഒന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എത്ര വയസ്സുണ്ട്? 74. പേരെന്തുവാ? വേണുജി നായർ. എൽറേ ജിംനേഷ്യത്തിൻ്റെ ഓണറാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴേ വളരെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ച ഉണ്ട്. എന്ന് വെച്ചാൽ സാധാരണ ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ വിപരീതമായിട്ട് പ്രായമുള്ള കുറേ ആൾക്കാരെ കണ്ടു. എന്താണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേകത? എന്താണ് അതിനുള്ള പ്രയോജനം? എന്താണ്? എൻ്റെ അനുഭവം തന്നെ ആയിരിക്കും മറ്റുള്ളവർക്കും. ഞാൻ കഴിഞ്ഞ 38 വർഷമായിട്ട് ജിംനേഷ്യവും ഫിറ്റ്നസ് സെൻ്ററുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഒരു 15 വർഷത്തിന് മുമ്പ് എനിക്കൊരു മേജർ ആക്സിഡൻറ്റ്, അതായത് 1 വർഷത്തോളം കിടപ്പായ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് എൻ്റെ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന ഒരു കൈയാണ്. അതിൽ നിന്നും നമ്മൾ ഈ ഫിറ്റ്നസ് സെൻ്ററിലൂടെ ആണ് ഇത് പഴയ രീതിയിലാക്കിയെടുത്തത്. തികച്ചും ഈ ഫിറ്റ്നസ് സെൻ്റർ തുടങ്ങാൻ തന്നെ കാരണം ഇതാണ്. ഇത് ഞാനൊരു ലഹരിയാക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മറ്റൊരു രീതിയിൽ മയക്കുമരുന്നിന് പുറകെ പോകുന്നത് കൊണ്ട് ഞാനിത് ജിംനേഷ്യം ഒരു ലഹരിയാക്കി എടുത്തിരിക്കുന്നു. ഇടതും വലതും ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇതേ അനുഭവമുള്ളവരാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പേര്? എൻ്റെ പേര് വേണു മാധവൻ. എന്ത് ചെയ്യുന്നു? ഞാനൊരു ട്രാവൽ ഏജൻസിയാണ്. ട്രാവൽ ഏജൻസി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ? ചെന്നൈ ബേസാണ്. പിന്നെ ചെന്നൈ ബേസ് തന്നെ ഒരു വേദ ക്ലാസ് ഉണ്ട്. അതിൻ്റെ ചുമതലയും വേദിക് പാഠശാലയുടെ ചുമതലയൊക്കെ ഉണ്ടായിരുന്നു. അതും പിന്നെ ഈ വെയ്റ്റ് ട്രെയിനിങ്ങും ജിംനേഷ്യമായിട്ടൊക്കെ കുറേ വർഷങ്ങളായിട്ട് ചെറിയ വയസ്സ് തൊട്ടേ ഈ 2 തരത്തിലും ബന്ധങ്ങളുണ്ട്. ഞാൻ എൻ്റെ 14-15 വയസ്സ് തൊട്ട് ജിംനേഷ്യത്തിൽ പ്രാക്ടീസ് തുടങ്ങി. 2016 തൊട്ട് ചാമ്പ്യൻഷിപ്പുകൾക്ക് ഇറങ്ങി തുടങ്ങി. പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പുകൾക്ക് ഇറങ്ങി തുടങ്ങി. ഏതൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? അങ്ങനെ ഓൾ ഓവർ എല്ലാ ടൈപ്പ് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ് 1, ഇപ്പോൾ മാസ്റ്റേഴ്സ് 2 ആയി. ഇപ്പോൾ 56 വയസ്സായി. ഇതിലെല്ലാ കാറ്റഗറിയിലും ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഞാൻ പ്രൈസ് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള ബേസിലല്ല, ഞാൻ ഏത് ഇതിലാണെങ്കിലും ഞാൻ പോയി ഇറങ്ങുകയും ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കും. എനിക്ക് ഭഗവാന്റെ കൃപയിൽ എനിക്ക് ഇതുവരെ പ്രൈസ് കിട്ടാതെ ഇരുന്നിട്ടില്ല. ഇത്രയും ഏതെങ്കിലും ഒരു പ്രൈസ് വീണിരിക്കും. അതെനിക്ക് 2 തവണ മഹാരാഷ്ട്രയിൽ നടന്നതിനകത്ത് 2 തവണയും ഗോൾഡായിരുന്നു. കഴിഞ്ഞ ഗോവയിൽ നടന്ന മീറ്റിൽ ഗോൾഡായിരുന്നു. എൻ്റെ 74 കാറ്റഗറി മാസ്റ്റർ 2-ൽ മഹാരാഷ്ട്രയിൽ നടന്ന അതേമാതിരി. എൻ്റെ ബോഡി വെയ്റ്റ് 70 ആയിരുന്നു. ഞാൻ അതിൻ്റെ ട്രിപ്പിൾ ടൈം ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രിച്ചിയിൽ നടന്നതിനകത്ത് എനിക്ക് ഇത് സിൽവർ കിട്ടി, നാഷണൽ ഇത് കിട്ടി. മഹാരാഷ്ട്ര ഉറാനിൽ നടന്നതിനകത്ത് ഒരു ഇതിലെനിക്ക് ഡബിൾ ഗോൾഡ് കിട്ടി, ഒന്നിൽ ഇത് ബ്രോൺസ് കിട്ടി. പിന്നെ സൗത്ത് ഇന്ത്യൻ മീറ്റിൽ എല്ലാം എനിക്ക് ഗോൾഡ്, കേരള സ്റ്റേറ്റ് മീറ്റ് എല്ലാം ഗോൾഡ്. ഇതിനിടയ്ക്ക് എനിക്ക് പ്രാക്ടീസിൽ എൻ്റെ ഷോൾഡർ ടെൻഡൻ പൊട്ടി, അങ്ങനെ കുറച്ച് നാൾ പ്രാക്ടീസ് നിർത്തി വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ മഹാരാഷ്ട്രയിൽ ഇഞ്ചറി വെച്ച് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഞാൻ ഡബിൾ ഗോൾഡ് പ്രൈസ് മേടിക്കുന്നത്. അതിനുശേഷം ഞാൻ RCCയിലെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ 2014 തൊട്ട് ട്രീറ്റ്മെൻറ്റിലായി. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രിവാൻഡ്രത്ത് നാഷണൽ മീറ്റിനുള്ള പ്രാക്ടീസ് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഗുരു, എൻ്റെ മാസ്റ്റർ ബാക്കിൽ ഇരുന്ന ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയല്ല, എൻ്റെ കൂടുതൽ ഓവർ കോൺഫിഡൻസിൽ സംഭവിച്ചതാണ്.
അത് അയ്യപ്പൻ്റെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വന്ന് ചെസ്റ്റിൽ വന്ന് ഇത് ബെഞ്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് വന്ന് വെയിറ്റ് വന്ന് വീണ്ടും ചെസ്റ്റ് 3 പീസായിട്ട് ഇഞ്ചുറി ചെയ്യും. അന്നേരം അതിനെ സംബന്ധിച്ചിട്ട് സർജനെ കാണിച്ച് ഇത് ചെയ്തപ്പോഴാണ് അദ്ദേഹം സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പം ചെറിയൊരു ഡൗട്ട് ആ ഡോക്ടർക്ക് ഉണ്ടായി. അങ്ങനെ ബയോപ്സി ചെയ്യുന്നു, RCCയിലേക്ക് വിടുന്നു. അതിനുശേഷം ക്യാൻസർ കൺഫേം ചെയ്യുന്നു. അത് ഏത് വർഷമായിരുന്നു? 2014 ഡിസംബറിലാണ് കൺഫേം ചെയ്യുന്നത്. എനിക്ക് നവംബറിൽ കൺഫേം ചെയ്യുന്നു. ഡിസംബർ തൊട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. 2 ഒക്ടോബർ നവംബർ വരെ ഉണ്ടായിരുന്നു. 17 കീമോ, 32-42 റേഡിയേഷൻ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് സിൽവറും കിട്ടി. അങ്ങനെ പിന്നെ ഡോക്ടർ അഡ്വൈസ് പ്രകാരം കുറച്ച് നാൾ ചെയ്യാതിരുന്നു. പിന്നെ വീണ്ടും അവിടെ ചെന്നൈയിലൊരു മീറ്റിന് നമ്മുടെ കൂടെ നിന്നവർ നിർബന്ധിച്ചിറങ്ങി. അതിനകത്ത് സെക്കൻഡ് സിൽവർ വീണു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പ്രാക്ടീസാണ്. 2013 ഞാൻ കൊല്ലത്ത് സ്ട്രോങ് മാൻ ആയതാണ്. കൊല്ലം സ്ട്രോങ് മാനൊക്കെ ആയതായിരുന്നു. ഇനി എന്താ ട്രീറ്റ്മെന്റിന് പോകേണ്ടത്? നാളെ പോകേണ്ടതാണ്. ഇന്ന് രാത്രി ഞാൻ അഡ്മിറ്റ് ആവേണ്ടതാണ്. നാളെ രാവിലെ കയറി. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനൊരു കാരണം വെച്ചാൽ ഇന്നത്തെ ദിവസം ഇവിടെ ജിമ്മിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, നാളത്തെ ദിവസം RCCയിലെ ട്രീറ്റ്മെന്റിന് പോകുന്നു. ഇതിൽ ഈ 2 തവണ ഇപ്പം ഞാൻ മഹാരാഷ്ട്രയിൽ പോയത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മഹാരാഷ്ട്രയിൽ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു, തിരിച്ച് ഹോസ്പിറ്റലിൽ കയറി. ട്രിച്ചിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് അവിടെ അഡ്മിറ്റ് ആവേണ്ട സമയത്തിന് ഞാൻ ലേറ്റായത് അവിടെ പോയി പ്രൈസ് വാങ്ങിച്ചു, നേരെ RCCയിൽ ഇത് അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഇതെല്ലാം ഒരു ഭഗവാന്റെ കൃപ എന്ന് തന്നെ പറയാം. എനിക്കെൻ്റെ പ്രധാന പ്രചോദനം ഞാൻ ഈ 2015 കഴിഞ്ഞ് 2016 തൊട്ട് ഞാൻ ഒരു സോഷ്യൽ വർക്കിൽ നേരത്തെ ഉണ്ട്. അത് കുറച്ചുകൂടെ നല്ല ആക്ടിവിറ്റീസിലായി. അതൊരു അവിടെ ഒരു ഈ മാന്ത്രിക ദാനം ഇതൊക്കെ 4 വേദങ്ങളും പഠിപ്പിക്കുന്ന ഒരു സെൻറ്ററിൻ്റെ ചുമതലയായിട്ട് കുറേ കാലം എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റി. എനിക്കതും ഒരു മോട്ടിവേഷനായിരുന്നു. അത് വേദ കേൾക്കുന്നതും നമ്മൾ അതിൻ്റെ ഇത് നമുക്കൊരു എന്താ പറയുക ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാക്കി. പിന്നെ അതിനെ പറ്റിയിട്ട് നമുക്കുള്ള ചില നെഗറ്റീവ് എനർജീസ് എല്ലാം അതിൽ നിന്ന് പോകുന്നുള്ളതാണ്. അന്നേരം ഞാൻ പ്രാക്ടീസ് ഉണ്ട്, കോമ്പറ്റീഷൻ ഇറങ്ങുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. നമസ്കാരം. പേര്? പ്രഭാകരൻ. എത്ര വയസ്സുണ്ട്? 74 വയസ്സിലും ജിമ്മിലാണ് അല്ലേ? അതെ. അതിനകത്ത് വേറൊരു പ്രശ്നമില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, എന്തുവാ, ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉണ്ടാവണമെങ്കിൽ ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാവണം. തീർച്ചയായിട്ടും ആ ഒരു മോട്ടിവേഷൻ. ഇത് കൂടാതെ ഞാൻ എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ എയർഫോഴ്സിൽ ഏതാണ്ട് 1 വർഷത്തോളം 1.5 വർഷത്തോളം ബോക്സിംഗ് ആയിട്ട് നടന്നു. അപ്പോൾ സ്പോർട്സിൽ തന്നെ. അപ്പോൾ അതിനുശേഷം എനിക്ക് വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് മോട്ടിവേഷൻ ഉണ്ടായെന്ന് പറഞ്ഞൊരു ആർമിയിലൊരു ക്യാപ്റ്റൻ ധാൻ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ആർമി ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന് ട്യൂബർക്കുലോസ് പിടിപെട്ടു. അപ്പോൾ ആരോ അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്തു വെയ്റ്റ് ട്രെയിനിങ് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ട്രെയിൻ ചെയ്ത് മാത്രമല്ല, ആ മോട്ടിവേഷൻ്റെ പുറത്ത് തന്നെ അദ്ദേഹം മിസ്റ്റർ ഇന്ത്യ ആവുകയും ചെയ്തു. ആ ഒരു മോട്ടിവേഷൻ്റെ പുറത്താണ് ഞാൻ ബോക്സിങ് കഴിഞ്ഞിട്ട് അത് കൂടാതെ ഞങ്ങൾ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ്റെ റഫറീസ് കൂടെയാണ്. അതെ. ഇത് എന്തെങ്കിലും അസുഖങ്ങളോ എനിക്ക് ഇല്ല ദൈവത്തിൻ്റെ അതുകൊണ്ട് എനിക്ക് ഇന്നേവരെ അതിലുപരി പറയുകയാണെങ്കിൽ ഈ വെയ്റ്റ് ട്രെയിനിങ്ങും ഉണ്ട്. എനിക്ക് ഇന്നേവരെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ബാധിച്ചിട്ടില്ല. ഇല്ല, ഒരു മരുന്നും കഴിക്കുന്നുമില്ല. ഐ ആം ക്വൈറ്റ് ഹാപ്പി ആൻഡ് ഹെൽത്തി. ഇത് പ്രായമുള്ള എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. വലിയൊരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും സാധാരണ കണ്ടുവരുന്ന ഒരു പ്രവണതയല്ല ഇത്. പ്രായമായ ഒരു ജിമ്മിൽ പോവുക അല്ലെങ്കിൽ അല്ല. അതിൻ്റെ ഒരു വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥർ മറ്റു രീതിയിൽ പറയുന്നതല്ല, റിട്ടയർ ആയതിനു ശേഷം അവർ TV മുമ്പിലും അങ്ങനെ ഇരുന്ന് പിന്നെ അസുഖങ്ങളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ അതൊരു കാഴ്ചപ്പാടിന് മാറ്റം ഉണ്ടാകും. പിന്നുള്ള ജീവിതം നമ്മൾ ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ്. അല്ല അസുഖങ്ങൾ ബാധിതരായിട്ട് കിടക്കാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള അല്ല. അപ്പോൾ ഈ പ്രായമായവർക്ക് ഇപ്പോൾ ഇത് വീഡിയോ കാണുന്ന പ്രായമായ ഒരാൾ കാണുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സന്ദേശം എന്താണ്? അവരവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ അവർ ചെയ്തു പോട്ടെ, ഒരു പ്രശ്നവുമില്ല. അവർക്ക് റീഗെയിൻ ഹെൽത്ത് തീർച്ചയായിട്ടും അവർക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. യാതൊരു സംശയം വേണ്ട. വീട്ടിലൊക്കെ സപ്പോർട്ടാണോ അതിന്?
വീട്ടിലൊക്കെ സപ്പോർട്ട്. ആർക്കും ആരോഗ്യത്തിന് വേണ്ടി ആരാ സപ്പോർട്ട് ചെയ്യാത്ത? ഏത് വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാത്ത? പ്രായമാകുമ്പോഴേ ജോലി ചെയ്യരുത്, അടങ്ങിയിരിക്കണം. അല്ല, അടങ്ങിയിരിക്കുന്ന ഒരു അസുഖം അല്ല, ആ വീട്ടുകാരെ സംബന്ധിച്ചിട്ട് അദ്ദേഹം അസുഖബാധിതനായിട്ട് കിടക്കണമെന്നായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ. അറിവില്ലായ്മ കൊണ്ടുപോകാം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഈ ജിമ്മിൽ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടപ്പോൾ. കാരണം 72 വയസ്സ്, 74 വയസ്സ് കുറയ്ക്കും. 74 വയസ്സ് കുറയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. 74 വയസ്സ് പറയുന്നെങ്കിലും ഒരു 24-25 വയസ്സിന്റെ ചുറുകൂടാണ് ഞാൻ ചേർന്ന് ഇവിടെ കണ്ടത്, ഈ പ്രാക്ടീസ് ചെയ്യുന്നവരും അല്ല. അപ്പൊ അത് വലിയൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ പ്രത്യേകിച്ച് ഡയറ്റൊന്നുമില്ല. ഞാൻ സാധാരണ ഇപ്പോൾ കഴിക്കുന്ന റേഷനരിയാണ് മേടിച്ച് കഴിക്കുന്നത്. റേഷൻ ഫുഡാണ്, റേഷനരി ഉള്ള മേടിച്ചിട്ടാണ് ഉച്ചക്കുള്ള ഫുഡും എല്ലാം കഴിക്കുന്നത്. വേറെ അങ്ങനെ ഒരു വലിയ ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല. ഇഷ്ടം തോന്നിയൊക്കെ പോയി കഴിക്കുക. എന്നുവെച്ചാൽ കുറച്ച് ഓയിലൊക്കെ കുറച്ച് കുറയ്ക്കും, ബാക്കിയുള്ള റെഡ് മീറ്റ് കഴിക്കാറില്ല. കാരണം ഈ വീഡിയോ ഇപ്പോൾ കാണുന്നേ ചിലപ്പോൾ ചില ക്യാൻസർ ഇപ്പോൾ വന്നിട്ടുള്ളവർക്കൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാണുന്നവർക്ക് ചേർന്ന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? അത് ഇത് ചെയ്യുന്ന സമയത്ത് പലരും പല അഭിപ്രായങ്ങൾ പറയും. ക്യാൻസറിന് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഒരിക്കലും ഏത് ഡോക്ടറെയാണോ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. ആ ഡോക്ടറുടെ അഡ്വൈസ് എന്താണോ, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കേണ്ടതെന്ന് പറയുന്നുണ്ടോ, അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ പോകാൻ പറ്റും. മെഡിസിൻ എടുക്കേണ്ട സമയത്ത് എടുക്കുക. പല ട്രെയിനിങ് സെൻറ്ററുകളിലും കണ്ടുവരുന്നൊരു എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കോച്ചുണ്ടാവും. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെഡൽ വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് വന്നിട്ട് വരുന്ന സ്റ്റുഡൻസിനെ മിസ്ഗൈഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഏത് ഫുഡ്, ഈ സപ്ലിമെൻറ്റുകൾ, അതിനെ പറ്റിയിട്ട് അറിയാത്ത നിലയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നവരുണ്ടാവും. ഒരാൾക്ക് എന്ത് കഴിക്കണം, ഏത് സപ്ലിമെൻ്റ് എടുക്കുക, ഏത് സപ്ലിമെൻ്റ് എടുത്തുകൂടാ എന്നുള്ളൊക്കെ നിലയിലുണ്ട്. അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഫിറ്റ്നസ് സെൻറ്റർ നല്ല ഗുണം. അത് എന്നെ സംബന്ധിച്ചിട്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ആ പറയുന്ന ഒരു സാധനം പോലും ഇതിനകത്തൊന്നും ഇല്ല. അതിൽ ഇപ്പം റീസെൻ്റായിട്ട് എൻ്റെ ഫ്രണ്ടാണ്, അദ്ദേഹം വിളിച്ചു ഇങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് നല്ലോണം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വലിയൊരു അഡ്വാൻറ്റേജ് ഈ ആവശ്യമില്ലാത്ത മരുന്നുകളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സപ്ലിമെൻറ്റുകളോ ഇവിടെ ആരും പറയാറില്ല. അതൊരു വലിയ ഗുണകരമാണ്. ഇത് ശരിക്കും അത് വരുന്നവർക്കും അത് മോട്ടിവേഷൻ ആവണം. ഇവിടെയാണെങ്കിൽ ഒരു പെൺകുട്ടിയുണ്ട്, നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് അനുസരിച്ചിട്ടൊരു ബോയ് ഉണ്ട്, അവരെ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സമയത്തിന് തുറക്കുന്നുണ്ട്, പിന്നെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. വ്യത്യാസമല്ല, നല്ല ഹൈജീനിക് ആയിട്ടുള്ളതാണ്. സാറ്റിസ്ഫൈഡ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഈ വീട്ടുജോലി ഇരിക്കുന്ന ലേഡീസിന് വരാനുള്ളൊരു സമയം 10 തൊട്ട് 12 വരെയും, ഉച്ചയ്ക്ക് 2 തൊട്ട് 4 മണി വരെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ചില ലേഡീസിന് വരാനുള്ള ഇതുമാവും. അത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്നാൽ ഫ്രീ ആയിരിക്കുന്ന സമയം വരാൻ ഇത്. അല്ലെങ്കിൽ രാവിലെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓരോ അങ്ങോട്ട് പോകാനും ഇതൊക്കെ ഉള്ള. അന്നേരം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളൂ, ഓണറോട് ഞാൻ എൻ്റെ ഒരു അഡ്വൈസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലേഡീസിന് വരാനും. എന്നുവെച്ചാൽ സ്വസ്ഥം, വേറെ പ്രശ്നങ്ങളില്ല, ഫുള്ള് AC ഉണ്ട്, നല്ല കുളിരായിട്ടിരുന്നിട്ട് വർക്കൗട്ട് ചെയ്യുക, ബാക്കിയുള്ള കുടിക്കാനുള്ള വെള്ളമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ അവരുടെ അനുസരിച്ച് എന്ത് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തു കൊടുക്കാനും തയ്യാറാണ്. അങ്ങനെ ഇത് വരുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കാൻ, ടൈമിംഗ് മാറ്റുകയും ചെയ്യാം. അവർക്ക് അവർക്കുള്ള ടൈമിംഗ് ഉള്ളത് കൊടുക്കുകയും ചെയ്യാം. അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ലതായിരിക്കും. അതെ. വെയിറ്റ് ലിഫ്റ്റിങ്ങിന് ഇന്ത്യയുടെ ചീഫ് കോച്ച് അതെല്ലാം സായിയുടെ കോച്ചായിരുന്നു. അദ്ദേഹം ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ശശി സാറ്, അദ്ദേഹം ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹമൊക്കെ വെയിറ്റ് ലിഫ്റ്റേഴ്സിൻ്റെ നാഷണൽ റഫറീസാണ്. അങ്ങനെയുള്ള ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുണ്ട്. തീർച്ചയായിട്ടും ശശിയേട്ടനെ വേണ്ട ഒരു ഇത് കാണത്തില്ലേ, ഒരു 74 വയസ്സുള്ളതാണ് ശശിയേട്ടൻ. അദ്ദേഹം പത്തനാപുരം ഭാഗത്തുനിന്നാണ്, അവിടെ നിന്നാണ് ഓടി ഇവിടെ വന്നിട്ട് പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് പോകുന്നത്. കാരണം അതും ഒന്ന് ആലോചിക്കണ്ടേ, അദ്ദേഹത്തിൻ്റെ എത്ര എക്സ്പീരിയൻസ്. ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നതോ അല്ലെങ്കിൽ 2 കോമ്പറ്റീഷനോ ഒന്നുമില്ല. ഇപ്പം ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എത്രയോ ടൈപ്പിൽ ജിമ്മുകൾ കണ്ടു കഴിഞ്ഞു. എത്രയോ ടൈപ്പിൽ, അതായത് ഇരുമ്പ് എന്താ പറഞ്ഞ മണ്ണ് സിമെൻറ്റ് കട്ട തൊട്ട് ഇവിടുത്തെ ലേറ്റസ്റ്റ് ഇതുവരെ കണ്ടിട്ടുണ്ടാവും. ഞാനൊക്കെ കളിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ കളിക്കുന്ന മണ്ണിലായിരുന്നു. ഞാൻ ഇവിടെ എവറസ്റ്റിലാണ് ആദ്യം തുടങ്ങുന്നത്, പുത്തൂര്. അതിനുശേഷം ഇവിടെ സെക്കുലർ തമ്പാണ്ണൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹം നടത്തിയിരുന്ന സെക്കുലറുണ്ട്. സെക്കുലർ കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്തെ ഞങ്ങളുടെ അവിടെ ഇതുള്ളൂ. അവിടെ വന്നിട്ട് ഞങ്ങൾ കളിക്കുന്നത് ലെങ്കോട്ടിയും കെട്ടി ഒരു തോർത്ത് ഇട്ടിട്ട് മാത്രമാണ് അവിടെ ചെയ്യുന്നത്. വേറൊന്നും ഇടാൻ അവിടെ സമ്മതിക്കത്തില്ലായിരുന്നു. തോർത്ത് ബെഞ്ചിൽ വിരിക്കാൻ ലെങ്കോട്ടി ഇട്ടിട്ട് പിന്നെ അത് ഇട്ടുകൊണ്ട് അങ്ങോട്ട് കയറി കളിക്കുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു.
ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുന്നവർക്ക് ഷൂ വേണം, ഡ്രസ് കോഡ് വേണം, ഇത് വേണം, ഇതെല്ലാം ഉണ്ട്. നമ്മുടെ സമയത്ത് AC ഇല്ല, ഒന്നുമില്ല, ഫാൻ പോലും ഇല്ല അവിടെ. 74 വയസ്സുള്ള ചേട്ടനെ ഇപ്പോഴത്തെ യുവാക്കളോട് പറയാനുള്ള ഒരു ഉപദേശം എന്താണ്? യുവാക്കളോടുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞതാണ്, ഇത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സാഹചര്യങ്ങൾ, നമ്മുടെ ഒരു കിട്ടുന്ന ഫുഡ് ടോട്ടലി അഡൾട്രേറ്റഡ് ഫുഡാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതിനൊക്കെ പറയണ്ടല്ലോ, മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു ശരീരത്തിൻ്റെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇന്നത്തെ സാഹചര്യത്തിൽ ജിംനേഷ്യങ്ങൾ റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ അവർക്ക് നല്ലൊരു ഹെൽത്തി ബോഡി ഉണ്ടാക്കി കൊടുക്കും. ആ ഒരു ഹെൽത്തി ബോഡിയിൽ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടും നമുക്കൊരു ഹെൽത്തി മൈൻഡും ഉണ്ടാകും, അല്ലേ? ആ ഹെൽത്തി മൈൻഡ് ഉണ്ടാവുകയാണ് ഹെൽത്തി ബോഡിയേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടാതെ ഞാൻ കേരള സ്റ്റേറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ നേരത്തെ വൈസ് പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ സീനിയർ വൈസ് പ്രസിഡൻ്റാണ്. ഈ എൽറയുടെ വേണു കേരള സ്റ്റേറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷറുമാണ്, നിലവിൽ സംസ്ഥാന ട്രഷറാണ്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സർവീസിൽ ഒരുമിച്ചുണ്ടായിരുന്ന ശശിധരൻ ഇന്ത്യയുടെ ചീഫ് കോച്ചായിട്ട് റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ചെറുപ്പക്കാർക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവും. പ്രൊഫഷണൽ അതെ. അപ്പം ആ പ്രൊഫഷണൽ രീതിയിൽ, കാരണം ഇവിടെ നിങ്ങൾ എവിടെ നോക്കിയാലും ഇപ്പം നമ്മൾ കൊല്ലത്ത് മറ്റൊരു രീതിയിൽ പറയുന്നതല്ല, ആ ഒരു രീതിയിൽ എടുക്കുകയും വേണ്ട. സാധാരണ ഒരു ജിംനേഷ്യത്തിലും ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് ട്രെയിൻ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളില്ല. അതുമാത്രമല്ല, നമുക്കിവിടെ എൽറയിലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ ചീഫ് കോച്ചായിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയുടെ കീഴിൽ ട്രെയിൻ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അതെ, ഒരിടത്തും കിട്ടാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. കാരണം അതിന് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ജിംനേഷ്യത്തിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചെസ്റ്റ്, ആംസ്, തൈസ് അങ്ങനെയൊക്കെയുള്ള ഇതിലോട്ട് പോകും. പക്ഷേ അത് ചെറുപ്പക്കാരാണ്, പക്ഷേ അവരൊരു ഇതായിട്ട് കാണുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പ്രൊഫഷണൽ രീതിയിൽ വരുമ്പോൾ, വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ വരുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ വെയ്റ്റ് ലിഫ്റ്റിങ് ബോഡി ബിൽഡിങ് പോലും ഇൻ്റർനാഷണൽ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഗെയിമല്ല. പക്ഷേ വേറെ ഈ വെയ്റ്റ് ലിഫ്റ്റിങ് ഒളിമ്പിക്സിൽ ഉൾപ്പെട്ട ഗെയിമാണ്. അപ്പോൾ ഇന്ത്യക്ക് തന്നെ യശസ് ഉയർത്തി കൊടുത്തുള്ള മീരാബായ് ചാനു, കണ്ണം മല്ലേശ്വരി, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് യശസ് ഉയർത്തി കൊടുത്ത വെയ്റ്റ് ലിഫ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന പിള്ളേർക്ക് ആർക്കായാലും താല്പര്യമുണ്ടെങ്കിൽ, പിന്നെ ഇതിനകത്തൊരു ആൾക്കാരുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് അവർ ഹൈറ്റ് കുറഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇതായിട്ട് നടക്കുന്നവരാണ്. വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബൌട്ട് 17-18 തുടങ്ങിയ പരിപാടിയാണ്, 18 ഇയേഴ്സിൽ. അപ്പോൾ ഇപ്പോൾ 74 യു ക്യാൻ ഇമാജിൻ എത്ര വയസ്സുണ്ടെന്ന്, എത്ര വർഷങ്ങളെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചെയ്യുന്നവർക്കെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ മുമ്പേ വേണു പറഞ്ഞതുമാതിരി നമ്മുടെ ഇവിടുത്തെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇതിനോട് അഡിക്ഷൻ ഉണ്ടല്ലോ, ഈ മദ്യപാനം, പിന്നെ മറ്റേ ഈ മയക്കുമരുന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്നൊരു രീതിയാണ്. അതിന് തടയിടാൻ ഒരു പരിധി വരെയെങ്കിലും ആ ചെറുപ്പക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഈ ജിംനേഷ്യങ്ങളിൽ വരികയും അവർ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പറ്റും. ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ജോലിയിലുള്ള സാധ്യതകൾ, ഇപ്പോൾ റെയിൽവേയിൽ, പോലീസിൽ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ സ്പോർട്സ് വെയ്റ്റ് ലിഫ്റ്റേഴ്സിനെയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഒരു നാഷണൽ ലെവലിൽ വരുന്നവരൊക്കെ, നാഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം, അവരുടെ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏത് സ്റ്റേജ് വരെ എത്താൻ പറ്റും. അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ എൽറെ പോലുള്ള യൂണിവേഴ്സിറ്റി ഇവിടെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് സെറ്റ്, കോമ്പറ്റീഷൻ ബാറുണ്ട്, കോമ്പറ്റീഷൻ സെറ്റുണ്ട്, ഡമ്മി ബാറുകളുണ്ട്, ഡമ്മി സെറ്റുകളുണ്ട്, എല്ലാവിധ ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവന് നമ്മൾ റെയറായിട്ട് കാണുന്ന നമ്മുടെ 360 ബാറ്, ക്രോസ് ഫിറ്റ് വരെ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇവിടെ വരുന്നവർക്ക്. ഇത് മങ്കി ക്ലൈമ്പിംഗ്, നമ്മൾ സേനകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് അവരുടെ കൈയുടെ സ്ട്രെങ്ത് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് റെയറായിട്ട് കാണുന്ന ഒരു ഇതാണ്, എക്യുപ്മെൻ്റാണ്. നല്ല കോസ്റ്റ്ലിയാണ് എക്യുപ്മെൻറ്റ്. കുണ്ടറയിൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ CSI ബിൽഡിങ്ങിലാണ് എൽറെ ജിംനേഷ്യം പ്രവർത്തിക്കുന്നത്. പ്രവർത്തന സമയം രാവിലെ 5 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 10 വരെയുമാണ് പ്രവർത്തന സമയം. ജിംനേഷ്യവുമായി വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിന് ഈ നമ്പറുമായി ബന്ധപ്പെടുക 9447472293.